വസ്ത്രം ധരിക്കുന്നതിന്റെ മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാ, മക്കള് നന്നാവാൻ ചെറിയ പ്രായത്തിൽ തന്നെ വെള്ള വസ്ത്രത്തോട് താല്പര്യം ഉണ്ടാക്കണം. അങ്ങനെ ഇല്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് SSLC കഴിഞ്ഞിട്ട് ദാവാ കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞാല് കിതാബും ഇംഗ്ലീഷൊക്കെ പഠിക്കാം, പക്ഷെ ഉസ്താമാരെ ഡ്രസ്സ് എനിക്ക് ഇടാൻ കഴിയാ എടാ, അവന്റെ ആ കീറി പറഞ്ഞ ജീൻസും മറ്റു ഡ്രസ്സൊന്നും ഇടാൻ കഴിയാത്തതിന്റെ ഒരു വിഷമാണ് ആ കുട്ടി പറയണത്. ഗസാലിമാ പറയാ, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് വെള്ള വസ്ത്രത്തോടുള്ള താല്പര്യം ഉണ്ടാക്കണം. പല നാടുകളിലും അൽഹംദുലില്ലാ ഇപ്പൊ ബോയ്സിന് മദ്രസന്റെ യൂണിഫോം ആയിട്ട് വെള്ള ഷർട്ട് കൊണ്ടുവരുന്നതായിട്ട് കണ്ടു. അൽഹംദുലില്ലാ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്, നല്ല കാര്യം. വെള്ള വസ്ത്രത്തോട് താല്പര്യം ഉണ്ടാക്കണം. ഓവറായ കളർഫുൾ ഡ്രസ്സുകൾ കുട്ടികൾക്ക് എപ്പോഴും വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി ദുനിയാവിന്റെ ആളാവും. ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം, ഞാൻ പിന്നെ മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കല, ഡ്രസ്സിനൊന്നും ഒരു കുറവുമില്ല. ഈ 5 ജോഡി ഇനിയും അലമാറയിലുണ്ട്. എന്ത് ടോയ്സും ഞാൻ വാങ്ങിക്കൊടുക്കും. കാരണം അവരെവിടെയും പോയാൽ അതിനോടൊന്നും ആഗ്രഹം വരാൻ പാടില്ല. അതാവന്ന അവരുടെ സിദ്ധാന്തം. ദുനിയാവിനോട് കൂടുതൽ ടേസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്താ അതിന്റെ പ്രശ്നം എന്നറിയാം? ഭാവിയിൽ അവന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് അവൻ മോഷണം നടത്തുന്നത്, കള്ളത്തരം നടത്തുന്നത്, പെരുങ്കള്ളനായി മാറുന്നത്. സറൂഖ് എന്നാണ് ഗസാലി ഇമാം ഹീൽ ഉപയോഗിച്ചത്. സറൂഖ് എന്ന് പറഞ്ഞാൽ ഫഊൽ വസ്നാണ്, പെരുങ്കള്ളനായി മാറും. ധരിക്കുന്ന പെൺകുട്ടി രണ്ടിനെയും നിരുത്സാഹപ്പെടുത്തണം. ഇതെന്താ മോളെ നീ പാൻറിലിട്ടിട്ട്, ഇതെന്താ ആണാ? എന്റെ പേര് ഫാത്തിമ എന്നല്ലേ, ഇതെന്താ ഈ കോലോ? ചില പെൺകുട്ടികളില്ല അങ്ങനെ, ജീൻസ് പാൻറ്റും ബനിയനും, എന്നിട്ട് പർദ്ദ അടിയിലുള്ള 4 ബട്ടൺ അഴിച്ചു വെച്ചിട്ടുണ്ടാവും.